നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇന്റർവ്യൂ നമുക്ക് ഈ സമയം ആക്കാം. അപ്പൊ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഒരു 4 മണിക്കൊക്കെ ആക്കാൻ പറ്റും. അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണല്ല എന്താ അറിയോ, ഇപ്പൊ ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ ഷൂട്ട് പ്ലാൻ ഉള്ള ദിവസങ്ങളാണ്. ഇപ്പൊ കുറച്ചൊക്കെ ഷൂട്ട് ഉണ്ട്. അപ്പൊ ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞ് വന്ന ട്രാവലിംഗ് ആയിരിക്കുമല്ലോ, നല്ല ട്രാവൽ. ഇപ്പൊ 2 ദിവസം മുമ്പ് ഷൂട്ട് ഉണ്ടായിരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിന് ട്രെയിനിൽ പോകുന്ന കൊച്ചി ടു തൃശ്ശൂർ പോയി അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഔട്ട്ഡോർ ഷൂട്ടായിരുന്നു. അപ്പൊ അത്ര നേരം ഷൂട്ട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങി പിന്നെ ഉച്ചക്ക് എണീക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇവൻ ലൈവില് സ്ട്രീമിങ് ഇരിക്കുന്നുണ്ട് ടിക്ടോക്കില്. അപ്പൊ അങ്ങനെയൊക്കെ ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞു. എല്ലാ പെൺകുട്ടികളും മൊത്തം ഇപ്പൊ ജാസിന്റെ ഇതില് ഫോളോ ചെയ്യുന്നത് ജാസിയുടെ സൗന്ദര്യ രഹസ്യം എന്താണ്, എങ്ങനെയാണ് ഈ സ്കിൻ ഇത്ര ഗ്ലോ ചെയ്തിരിക്കുന്നത്, പുതിയ പുതിയ ഡ്രസ്സ് എന്താണ്, ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല, എനിക്കങ്ങനല്ല. എനിക്ക് പേഴ്സണലി ഒരുപാട് ലേഡീസിന്റെ മെസ്സേജ് വരും. ഒരുപാട് ആൾക്കാർ, ചില ആൾക്കാർ വിചാരിക്കും എനിക്ക് പേഴ്സണലി അയക്കുന്ന മെസ്സേജ് ഞാൻ നോക്കാറില്ലെന്ന്. എനിക്ക് കമന്റ്സിനെക്കാട്ടും കൂടുതൽ ഞാൻ നോക്കുന്നത് എനിക്ക് പേഴ്സണലി വരുന്ന മെസ്സേജുകളാണ്. കാരണം ഇപ്പുറത്തും കേൾക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, ആ മെസ്സേജ് ഞാൻ ഫുള്ള് ചില സമയത്ത് ഇരുന്ന് വായിക്കാറുണ്ട്. ഫ്രീ, കാരണം നമുക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് കുറച്ച് നേരം ഷൂട്ട് ഫ്രീ ആയിട്ട് സമയത്ത് ഞാൻ ആ ഇൻസ്റ്റാഗ്രാം റീൽസ് തോന്നുന്നതിനും കൂടുതൽ ഞാൻ ആ മെസ്സേജാണ് നോക്കുക. കാരണം അതിൽ നമുക്ക് ആൾക്കാരെ പൾസ് അറിയാൻ പറ്റും. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ, നമ്മളെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അതിൽ നല്ല തെറി കമന്റ്സ് വരും കേട്ടോ. അങ്ങനെയുണ്ട്. അല്ല, അത് എനിക്ക് മെസ്സേജിലൂടെ തന്നെ പറയും. കാരണം കുറേ മെസ്സേജ് ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ ആദ്യമൊക്കെ നോക്കുമ്പോ ഉണ്ടാവും ഇങ്ങനെ ഫുൾ തെറികളായിരിക്കും. അവസാനത്തുമ്പോ എന്തൊക്കെ പറഞ്ഞാലും ജാസി സൂപ്പർ ആട്ടോ, ഇഷ്ടാട്ടോ. അങ്ങനെ പിന്നെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് ഒക്കെ ജാസിത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്ലീസ് റിപ്ലൈ മീ. പിന്നെ പറയുന്നത് ഹൈ ഹൈ ഹൈ, എന്താ റിപ്ലൈ ചെയ്യാത്തതെന്ന് നോക്കുന്നില്ല. പിന്നെ ഡാ നിനക്ക് എന്താടാ നോക്കിയാല്, ഡാ നിനക്ക് അത് അഹങ്കാരി, അങ്ങനത്തെ കുറെ മെസ്സേജ് വരാറുണ്ട്. പിന്നെ ലേഡീസ് പറഞ്ഞപ്പോ ലേഡീസ് കുറേ പറഞ്ഞ കമന്റ്സ് വരുന്നത് കോസ്റ്റ്യൂമാണ്. എവിടുന്നാ ഇതൊക്കെ എടുക്കുന്നത്, ഏത് ഷോപ്പിൽ പോയിട്ടാണ് എടുക്കുന്നത്, എവിടുന്നാ കളക്ഷൻ കിട്ടുന്നത്, ഈ കമ്മൽ എവിടുന്ന, മാല എവിടുന്ന, വള എവിടുന്ന ഒക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പൊതുവെ എവിടെയെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോകണം, എന്നിപ്പോൾ ഒരു ഷോപ്പിൽ ഫ്രണ്ടിൽ പോകുകയാണെങ്കിൽ ആ ചുരിദാർ ഇഷ്ടമായി ഞാൻ അവിടെ ഇറങ്ങി അത് വാങ്ങും. എനിക്കത് പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കില്ല. എനിക്ക് ആ ചുരിദാർ ഇഷ്ടമായോ ഞാൻ വാങ്ങും. ഒരുപാട് കോസ്റ്റ്ലി അല്ലെങ്കിൽ പോലും നല്ല ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങാറുണ്ട്. പിന്നെ കുറേയൊക്കെ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ കാരണം എനിക്ക് അവർക്ക് അറിയാം ഞാൻ നല്ല ചുരിദാർ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ എവിടെയെങ്കിലും അവർ പോയി വരും, പുറത്തൊക്കെ എവിടെയെങ്കിലും പോയി വരുന്ന സമയത്ത് ജാസ്തി ഇവിടെ നല്ല ഡ്രസ്സ് ഉണ്ട്, റേറ്റ് കുറവാണ്, നിനക്ക് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ എനിക്ക് അവർ ഫോട്ടോ അയച്ചും കളർ നോക്കി ഞാൻ സെലക്ട് ചെയ്യും. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് കരീഷ്മ അടുത്ത് തിരുപ്പതി പോയപ്പോൾ അവള് കൊണ്ടുവന്ന കുപ്പിവളകളാണ്. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറെ ഗിഫ്റ്റ് കിട്ടും. ആഷി ബാഗ് ദുബായിൽ നമുക്ക് നല്ല ബാഗുകളൊക്കെ വാങ്ങിച്ചു തരുന്നു. ആഷി എനിക്കൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്, നല്ല വലിയ. ആഷി ഗിഫ്റ്റ് ആഷി തരാറ്, സർപ്രൈസുകളോ. ആഷി. പിന്നെ അതേപോലെ ഡേറ്റുകളൊക്കെ ഇപ്പൊ കണ്ട ഡേറ്റ്, ഫസ്റ്റ് നമ്മൾ ഇഷ്ടം പറഞ്ഞ ഡേറ്റ്, ഫസ്റ്റ് നമ്മുടെ കല്യാണത്തിന്റെ ഡേറ്റ്, ആനിവേഴ്സറി, ഇതൊക്കെ കറക്റ്റ് ഡേറ്റ് ഓർത്ത് വെച്ചിട്ട് ആഷി ഗിഫ്റ്റ് ചെയ്യും. എനിക്ക് ഡേറ്റ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. എനിക്ക് അത് ഇന്നെന്താ ഗിഫ്റ്റ് ഇന്ന് അറിയില്ല. നമ്മൾ ഫസ്റ്റ് ഇഷ്ടം പറഞ്ഞ് നമ്മൾ ദുബായിൽ നിന്ന് അവിടെ വെച്ച് കണ്ടില്ലേ, കരാമ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ ആശയം അങ്ങനെ പറയും. എനിക്ക് അത്ര വലിയൊരു ഓർമ്മയില്ല. പക്ഷെ എന്നാലും അറിയേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ഇവന്റെ ബർത്ത്ഡേ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, അതൊക്കെ എനിക്കറിയാം. അല്ലാണ്ട് ഇങ്ങനെ കണ്ട ദിവസം അതൊന്നും എനിക്ക് അങ്ങനെ വലിയൊരു ഓർമ്മയില്ല. ഇപ്പൊ ആഷിനോട് ഇത്രയും കാലം ഇപ്പോഴും വായി നോക്കുന്ന പെമ്പിള്ളേരെയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടായിരുന്നു ജാസിനെ ചൂസ് ചെയ്യാനുള്ള ആ ഒരു കാരണം, അല്ലെങ്കിൽ എപ്പോഴായിരുന്നു മനസ്സിലായത് ഇതാണ് എന്റെ പെണ്ണ് എന്ന് മനസ്സിലായ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു? ഞാൻ ജാസി ഒരു സിറ്റുവേഷനിൽ, ഞാൻ ഒരു ഡാർക്ക് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാനാണ് ഫോണൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്തത്. കാരണം ഇവന് തേപ്പ് ഇട്ട് നിൽക്കുന്ന സമയത്തല്ലോ. അതേപോലെ പിന്നെ എനിക്കാണ് ഫസ്റ്റ് ഇഷ്ടം തോന്നിയത്. ഞാൻ പറഞ്ഞു, അടിപൊളി ആളാണല്ലോ, നല്ല കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഇതാണ്. ഞങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എന്താ പറയുക, ഒരുമിച്ചുള്ള സ്ഥലങ്ങൾ ഇഷ്ടമാണ്, ഫുഡ് ഏകദേശം ഞങ്ങൾ ഒരേപോലെ തന്നെ, എല്ലാം ഒരേ വൈബ്. അപ്പോൾ ഇങ്ങനെ കുറേ ഫ്രണ്ട്സിനായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരും, അത് ഒരേപോലെ. അപ്പോൾ എല്ലാം ഒരേപോലത്തെ വൈബ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരേപോലെ ലൈഫിൽ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാനാണ് ആദ്യം ഇഷ്ടം പറയുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞു ഓക്കെ ഞാൻ വിളിക്കാം എന്നുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ചോദിച്ചു അയ്യോ ഇനിയിപ്പോൾ എന്നെ ആ ഫ്രണ്ട്ഷിപ്പ് പോകും, ഇഷ്ടം ഇല്ലെങ്കിൽ വേണ്ട, ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ വിളിച്ചാൽ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്, നമുക്ക് ഓക്കെ പറയാൻ കാത്തുക്കായിരുന്നു. അല്ല, എനിക്ക് ഓൾറെഡി ഇഷ്ടമായിരുന്നു. ഞങ്ങളില് ആര് പറയുന്നുള്ളൊരു വെയിറ്റിംഗിലായിരുന്നു. ആദ്യം പറയാൻ പേടിയായിരുന്നു. അപ്പൊ പേടിയൊന്നുമില്ല. ഞാൻ എങ്ങനെ എടുക്കുന്നതായിരിക്കും, ഞാൻ അത് അങ്ങോട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചത് ഇവനെങ്ങനെ എടുക്കുന്നതായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. പിന്നെ ദൈവം സഹായിച്ചെല്ലാം ഇതായി. പിന്നെ ലൈഫാകുമ്പോൾ ചെറിയ അടിപിടിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ലൈഫാണ്. പക്ഷെ അത് കഴിഞ്ഞത് അതെല്ലാം മനസ്സിലാക്കി വീണ്ടും നമ്മളെ കൂടെ നിൽക്കാൻ
പറ്റുന്നതാണ്, അതാണ് ലൈഫ് എന്ന് പറയുന്നത്. ഈ ജാസിക്ക് വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? ഞാൻ സത്യം പറയട്ടെ, ഇപ്പൊ ഈ ഇന്റർവ്യൂ ഇല്ലേ, ഇതിടക്ക് ഞാൻ ഫുള്ളായി കാണില്ല. ഞാൻ ഒരു ഇന്റർവ്യൂ ഫുള്ളായി കാണില്ല. ഞാൻ ഇപ്പൊ വീഡിയോ ഞങ്ങൾ എടുത്താലും എന്റെ വീഡിയോ ഞാൻ ഫുള്ളായി കാണില്ല. ആഷിക്ക് അവന്റെ വോയിസ് വീഡിയോയിൽ കേൾക്കുന്നത് ഭയങ്കര അല്ല, ഈ കമന്റുകൾ മോശമായിട്ട് നോക്കാറില്ല. നോക്കാറില്ല. അല്ല, ഇങ്ങനെ ഇപ്പൊ ജാസി കമന്റ് വായിച്ച് വിഷമിക്കുമ്പോ ജാസി വിഷമിക്കും. സംഭവം നടന്ന് കൊറ്റംകുളങ്ങര പോയിട്ട് വലിയ ഇഷ്യൂ ആയി തോന്നുന്നു, അറിയില്ല. അപ്പൊ ഞങ്ങള് വണ്ടിയിൽ റൂമിലിരിക്കുന്ന ടൈമിൽ കുറെ ആൾക്കാർ വിളിക്കുന്നത്, ജാസി ടെൻഷൻ അടിക്കണ്ട, വലിയ പ്രശ്നം, എല്ലാരും നമ്മളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അപ്പോഴാണ് ഞങ്ങൾ എനിക്കറിയില്ല പ്രശ്നം അയക്കണ്. കാരണം എന്റെ പല പ്രശ്നങ്ങളും ഞാൻ അറിയാണ്ട് എന്റെ വരുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ പോയി പിടിക്കുന്ന പ്രശ്നങ്ങളല്ല, അറിയാണ്ട് എന്റെ മണ്ടത്തരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും അബദ്ധങ്ങൾ കൊണ്ടോ വരുന്ന, എവിടെ തൊട്ടാലും പടിയാതൊരു എവിടെ തൊട്ടാലും വൈറലാവുന്ന ഒരാൾ അങ്ങനെ ആയി പോയി. എനിക്കറിയില്ല അങ്ങനെ എന്താ അത് സംഭവം എന്നുള്ളത്. അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ പോയി പിടിക്കുന്ന പ്രശ്നങ്ങളല്ല അതൊന്നും, ഒക്കെ ഇങ്ങനെ വഴിയെ വരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, ഇനിയും പോകും കുറ്റങ്ങളെ വിളക്കെടുത്ത്. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കാണുമ്പോ ഒരാള് മൈൻഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. മെസ്സേജ് നോക്കാറുണ്ടോ? നോക്കാറില്ല ഞങ്ങള്. ഞാനൊരു വീഡിയോ ഇട്ടു, ആ വീടിന്റെ അകത്ത് കമന്റ്സ് ഞങ്ങൾ വായിക്കാറേ ഇല്ല. നീ ഇപ്പൊ സാധനങ്ങൾ നോക്കാറ് നമ്മുടെ ഫ്രണ്ട്സ് കമന്റ് അങ്ങനെ ഇനി ഇട്ട വീടിന്റെ താഴത്ത് വലിയൊരു ബാഡ് കമന്റ് വന്നിട്ടുണ്ട്, ഡിലീറ്റ് ആക്കുന്ന പറയുമ്പോഴായിരിക്കും ഞാൻ നോക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ ഡിലീറ്റ് ആക്കും. ഞാൻ 2 നാളിക്കും, പിന്നെ എനിക്ക് വേണ്ട, അവിടെ നിൽക്കട്ടെ കമന്റ്. കാരണം എന്റെ ബാഡ് കമന്റ് ഇപ്പോൾ ഒരാൾ എനിക്ക് ഒരു തെറി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമന്റ് അതേപോലെ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവും, ഞാൻ ഡിലീറ്റ് ആക്കാറില്ല. കാരണം എന്താണെന്നറിയോ, ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ചിലപ്പോൾ അവരുടെ വീട്ടിൽ ഭയങ്കര സംഭവമായിരിക്കും. അപ്പൊ അത് അവരുടെ വീട്ടുകാരും കാണട്ടെ. ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആ മൈൻഡ് ആൾക്കാർക്ക് മനസ്സിലാവത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കമന്റ് ഡിലീറ്റ് ആക്കാറില്ല, അത് അതേപോലെ തന്നെ കിടക്കും എൻ്റെ അക്കൗണ്ടിൽ. അത്രയും മോശമായിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവല്ലോ, അപ്പൊ ആ സമയത്ത് എന്താ ചെയ്യാറ്? എനിക്ക് പേഴ്സണൽ മെസ്സേജാ വരിക. അങ്ങനത്തെ മോശമായ ഇതൊക്കെ കമന്റ്സ് അല്ല, എനിക്ക് അധികം മെസ്സേജിലാ വരിക. ലേഡീസിന് വരുന്ന പോലെ തന്നെ എല്ലാ അങ്ങനത്തെ കമന്റ്സുകൾ തന്നെ വരിക. ഒറിജിനൽ ആണോ, കാണാൻ പറ്റുമോ, എന്താണ്, അങ്ങനെയൊക്കെയുള്ള. അതും ചെറിയ ചെറിയ കുട്ടികള്, ചെറിയ പിള്ളേര്, 2K പിള്ളേര്. ഞാൻ സീരിയസ്ലി പറയാണ്, 2K കിഡ്സ്. ഞാനൊക്കെ അവരെ ചേച്ചിയുടെ പ്രായം ഉണ്ടാവും, അമ്മ അവളെ പ്രായം ഉണ്ടാവും. അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും ഇങ്ങനെ, ചേച്ചി എനിക്ക് ഇഷ്ടമാണ്, എത്രയാണ്, ഒന്ന് കാണാൻ പറ്റുമോ, നിങ്ങൾ കൊച്ചിയിലാണോ ഉള്ളത്, നിങ്ങൾ ഇങ്ങോട്ട് വരുമോ, അങ്ങനെയൊക്കെയുള്ള മെസ്സേജ് വരുമ്പോ ഇന്നലെ ഇപ്പൊ ആശി ഒരാൾക്ക് റിപ്ലൈ കൊടുത്ത്, ഒരു ചെക്കിന് നല്ലോണം കൊടുത്ത ആശി. ഞാൻ കിച്ചണില് ഫുഡ് ഉണ്ടാകുന്ന ആശി ഭയങ്കര, എന്താ ആശി പ്രശ്നം, ആരെ പ്രശ്നം. അപ്പൊ നോക്കുമ്പോ ഇവ ഇങ്ങനത്തെ മെസ്സേജ് ഇട്ടിരിക്കുന്നത് നമ്മൾ കൊടുക്കണ്ടേ. എന്നിട്ട് അവസാനം ഞാനൊരു മെസ്സേജ് ആശ കുറേ അങ്ങ് പറഞ്ഞ ശേഷം ഞാൻ ഒരു കാര്യം പറ്റേ മോനെ, ഞാൻ നിന്റെ അമ്മയുടെ പ്രായം ഉണ്ടാവും, അല്ലെങ്കിൽ ചേച്ചി പ്രായം, നീ എന്നോട് എങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ കുട്ടി. എന്നിട്ട് ഞാൻ ലാസ്റ്റ് മെസ്സേജ് ആശി കുറച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ കൊടുക്കണ്ടല്ലോ. പൊതുവെ അങ്ങനത്തെ കമന്റ്സ് ഞങ്ങൾ നോക്കിയിട്ട് അങ്ങ് ഒഴിവാക്കാറാണ്. ഇത് കുറച്ച് ഹെവി ടൈപ്പ് ആയതുകൊണ്ടാണ് ആശി റിപ്ലൈ കൊടുത്തത്. പൊന്നു സഖി എന്നുള്ള പാട്ടാണ് ഫേമസ്. പുതുതായിട്ട് എന്തെങ്കിലും? എനിക്ക് പൊന്നുസഖിയുടെ കിട്ടിയ ആ ഒരു എക്സ്പോർട്സ് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. കാരണം ഇപ്പോഴും പുറത്തെവിടെയും പോകുമ്പോഴും കുട്ടികൾ പൊന്നുസഖി ആ ജാസി എന്നുള്ള പേര് മറന്ന് പൊന്നുസഖി എന്നാക്കി ഇപ്പോൾ ആൾക്കാർ. പക്ഷെ എനിക്ക് കുറെ ജാസി ഒരു ബർത്ത്ഡേ വിഷസ് പറയോ, ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. ബർത്ത്ഡേ വിഷസ് പറയോ, ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് പൊന്നുസഖി പറയോ, നമ്മൾ എന്താ ചെയ്യാലോ, എനിക്ക് മെസ്സേജ് വരുമ്പോൾ ചെയ്ത് കൊടുക്കും. കാരണം അത് അവരൊരു ഹാപ്പിനെസ്, സന്തോഷമല്ലേ. കാരണം നമ്മളൊരാൾക്ക് സന്തോഷം കൊടുക്കുക, നമ്മളെ കൂടെ ഒരാൾക്ക് സന്തോഷം കിട്ടുക എന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു കാര്യമില്ല. അപ്പൊ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി പൊന്നുസഖി മാറ്റിയിട്ട് വേറെ ഒരു പാട്ട് പിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനി പുതിയ ഏത് പാട്ട് പിടിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. ഏത് പാട്ട്, അതേപോലെ ഒരു പാട്ട് കിട്ടണ്ടേ.